ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ബോയ് ആൻഡ് ഫോഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: വൈ ഈസ് ഇറ്റ് ഈസിയർ ടു ലിഫ്റ്റ് എ ഹെവി സ്റ്റോൺ ഇൻ വാട്ടർ ദാൻ ഇൻ എയർ? അതായത് നമുക്ക് സാധാരണഗതിയിൽ സ്റ്റോൺ ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും വെള്ളത്തിൽ നിന്ന് ഒരു സ്റ്റോണിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈസിയർ ആയിട്ട് നമുക്ക് തോന്നുന്നത്? അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നൊരു സപ്പോർട്ട് ഫോഴ്സ് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ഫോഴ്സാണ് ബോയൻ്റ് ഫോഴ്സ്. അതായത് വെള്ളം ഒരു അപ്വേർഡ് ഫോഴ്സ് സ്റ്റോണിലേക്ക് കൊടുക്കും. അതിന് നമ്മൾ ബോയൻസി എന്ന് പറയും. അപ്പം ഈ സപ്പോർട്ട് ഫോഴ്സ്, അതായത് ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് സ്റ്റോണിൻ്റെ കുറച്ച് വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്റ്റോണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ഈസി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ: ക്യാൻ യു ഗീവ് സം എക്സാമ്പിൾസ് ഓഫ് എക്സ്പീരിയൻസിങ് ബോയൻ്റ് ഫോഴ്സ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, എവറിഡേ ലൈഫ്? അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സ്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ബോയൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സ്വിമ്മിങ് ചെയ്യാൻ പോവുകയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിർത്തിക്കുന്നത് എന്താണ് കാരണം? ബോയൻ്റ് ഫോഴ്സാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഒരു ബോട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ബോയൻ്റ് ഫോഴ്സ് അവിടെ. അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീലിയം ബലൂണാണ്. അപ്പം ഹീലിയം ഗ്യാസ് ബലൂൺസ് റൈസ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എയറിൽ നിന്ന് വരുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബലൂണിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഹീലിയം ബലൂൺസ് റൈസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐസ് ക്യൂബ്സ് ഇൻ വാട്ടറാണ്. അതായത് വാട്ടറിൽ ഐസ് ക്യൂബ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് വെള്ളത്തിൽ നിന്ന് വരുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഐസ് ക്യൂബിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായതുകൊണ്ടാണ്. ഇനി ലാസ്റ്റ് എക്സാമ്പിളാണ് സബ്മറൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സബ്മറൈൻസ് റൈസ് ചെയ്യുന്നതും താഴത്തേക്ക് സിങ്ക് ചെയ്ത് പോകുന്നതും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആ ബോയൻ്റ് ഫോഴ്സാണ്, സിങ്ക് ചെയ്യുന്നതും റൈസ് ചെയ്യുന്നതും. ഈ ബോയൻ്റ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബലാസ്റ്റ് ടാങ്ക്സിലൂടെയാണ്. അപ്പം അങ്ങനെയാണ് അത് റൈസ് ചെയ്ത് നിൽക്കുകയും സിങ്ക് ചെയ്ത് പോവുകയും ചെയ്യുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: if you weigh yourself on a weighing scale and then weigh yourself again while standing in a swimming pool, which reading will be lower? അതായത് നമ്മൾ പുറത്തുനിന്ന് നമ്മളുടെ വെയിറ്റ് മെഷർ ചെയ്തു, അതിനുശേഷം സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് ചെന്നിട്ട് നമ്മുടെ വെയിറ്റിനെ മെഷർ ചെയ്തു. അപ്പം ഏത് റീഡിംഗ് ആയിരിക്കും ലോവർ? സ്വിമ്മിംഗ് പൂളിലെ ആയിരിക്കും അതോ നമ്മൾ പുറത്തുനിന്ന് വെയിറ്റ് മെഷർമെൻറ്റ് ചെയ്തതായിരിക്കും? അപ്പോൾ ലോവർ റീഡിംഗ് കാണിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുത്തപ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലോവർ റീഡിംഗ് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഇരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നും ഒരു അപ്വേർഡ് ഫോഴ്സ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. അതാണ് ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോയൻ്റ് ഫോഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആ റിമൈനിങ് ഉള്ള ഡൗൺവേർഡ് ഫോഴ്സാണ്. അപ്പോൾ അതാണ് ആ വെയിങ് സ്കെയിൽ മെഷർ ചെയ്തിട്ട് ഇങ്ങനൊരു ലോവർ റീഡിങ് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഡസ് ആർക്കിമിഡസ് പ്രിൻസിപ്പിൾ അപ്ലൈ ടു ഗ്യാസസ് ആസ് വെൽ ആസ് ലിക്വിഡ്സ്? ഗീവ് ആൻ എക്സാമ്പിൾ. അതായത് ആർക്കിമിഡസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്യാസസിലും ലിക്വിഡ്സിലും ഒരുപോലെ അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം രണ്ടിലും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ആർക്കിമിഡസ് പ്രിൻസിപ്പിൾ. അപ്പം നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അതായത് ഹോട്ട് എയർ ബലൂണിൻ്റെ എക്സാമ്പിളാണ്. ഹോട്ട് എയർ ബലൂണിൽ ഉള്ളിലുണ്ടാവുന്നത് ഹോട്ട് എയറും അതിൻ്റെ പുറമേ ഉണ്ടാവുന്നത് കൂളർ എയറും ആയിരിക്കും. ഈ കൂളർ എയർ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഹോട്ടർ എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ പുറമേ ഉള്ള എയർ എക്സേർട്ട് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബലൂണിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബലൂൺ മുകളിലേക്ക് പറക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്യാസസ് അതുപോലെ തന്നെ ലിക്വിഡ്സിലും ഒരുപോലെ ആർക്കിമിഡസ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.
ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: If a hydrometer floats with more of its stem outside the liquid, is the liquid denser or less dense than water? അതായത് ഹൈഡ്രോമീറ്റർ നമ്മളൊരു ലിക്വിഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷൻ കുറച്ച് വെളിയിലേക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ലിക്വിഡ് എന്ന് പറയുന്നത് ഡെൻസർ ആണോ അതോ ലെസ് ഡെൻസർ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹൈഡ്രോമീറ്റർ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലിക്വിഡിനെ, അതായത് വാട്ടറിനേക്കാളും ആ ലിക്വിഡ് ഡെൻസർ ആണ്. അപ്പോൾ ഇങ്ങനെ ഡെൻസർ ലിക്വിഡിൽ ഹൈഡ്രോമീറ്റർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്ററിനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ച് വോള്യൂം ഓഫ് വാട്ടർ മാത്രമേ ഡിസ്പ്ലേസ് ചെയ്ത് കളയേണ്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഹൈഡ്രോമീറ്റർ സെങ്ക് ചെയ്ത് പോവാതെ ഹയർ ലെവലിൽ തന്നെ നിൽക്കും, ആ സർഫേസ് ലെവലിൽ തന്നെ നിൽക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് കാണാനും സാധിക്കും. അപ്പം ഇവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നതും ഹയർ വാല്യൂ ആയിരിക്കും. Question: An ice cube is floating in a glass of water. When the ice melts, will the water level rise, fall or stay the same? അതായത് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ കുറച്ച് ഒരു ഐസ് ക്യൂബ് ഇട്ടു. ആ ഐസ് ക്യൂബ് എന്ന് പറയുന്നത് മെൽട്ട് ആവുകയും ചെയ്തു. അപ്പം മെൽട്ട് ആയതിന് ശേഷം വാട്ടർ ലെവൽ ഉയരുകയോ അതോ താഴ്ന്നു നിൽക്കുമോ അതോ സെയിം ലെവലിൽ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. എങ്ങനെയാണത് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതായത് ഐസ് ക്യൂബ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറച്ച് വോള്യൂം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. ഈ ഡിസ്പ്ലേസ് ചെയ്ത് കളയുന്ന വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതും ഐസ് ക്യൂബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ സെയിം വെയിറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മെൽറ്റഡ് ഐസ് എന്ന് പറയുന്നത് ആക്ച്വലി ആ ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞ വെള്ളത്തിൻ്റെ ഈക്വൽ ആയിരിക്കും ഇപ്പോൾ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞ വാട്ടറും ഈ ഐസ് മെൽറ്റ് ആയതിനു ശേഷം ഉണ്ടായ വാട്ടർ എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് മുൻപ് എന്തായിരുന്നോ വാട്ടർ ലെവൽ അത് തന്നെയായിരിക്കും വീണ്ടും കാണിക്കുന്നുണ്ടാവുക. Subscribe to this channel for more videos like this. Question: Two identical buckets are filled to the brim with water. A piece of wood is placed in one bucket and it floats. A stone of the same weight is placed in other and it sinks. Which bucket is heavier now? അതായത് രണ്ട് ഒരേപോലുള്ള ബക്കറ്റ്സ് ഉണ്ട്. രണ്ടിലും ഒരേ ലെവലിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ബക്കറ്റിൽ നമ്മൾ വുഡും മറ്റേ ബക്കറ്റിൽ നമ്മൾ സ്റ്റോണും ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതിൽ ഫ്ലോട്ട് ചെയ്ത് നിന്നത് വുഡ് ഡ്രോപ്പ് ചെയ്ത ബക്കറ്റിലാണ്. സ്റ്റോൺ ഡ്രോപ്പ് ചെയ്ത ബക്കറ്റിൽ സ്റ്റോൺ സിങ്ക് ചെയ്ത് താഴത്ത് വരെ എത്തി. അപ്പം ഇതിൽ ഏത് ബക്കറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഹെവിയർ ആയിട്ട് നമുക്ക് തോന്നുന്നത്? ഓക്കെ, അപ്പം വുഡ് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വെള്ളമായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞ വാട്ടറിൻ്റെ വെയിറ്റ് തന്നെയാണല്ലോ ഈ വുഡ്. അപ്പം ആ സ്ഥാനം വുഡ് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ബക്കറ്റിൻ്റെ വെയിറ്റിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവില്ല അവിടെ. പക്ഷേ സ്റ്റോൺ സിങ്ക് ചെയ്യുന്നുണ്ട് വേറൊരു ബക്കറ്റിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പുഷ് ചെയ്ത് കളഞ്ഞ വെള്ളം എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ വോള്യത്തിന് ഈക്വൽ ആയിട്ടുള്ളതാണ്, വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതല്ല. അതായത് സ്റ്റോൺ ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞ വാട്ടർ എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ വെയിറ്റിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ആ ബക്കറ്റിൽ ഇവിടെ സ്റ്റോൺ ഡിസ്പ്ലേസ് ചെയ്ത് കളഞ്ഞ വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ട് സ്റ്റോൺ ഉള്ള ബക്കറ്റിലാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുന്നത്. Question: Is it in pure milk or fat removed milk that a lactometer sinks more? Why? അതായത് പ്യുവർ മിൽക്കിലായിരിക്കുമോ അതോ ഒരു ഫാറ്റ് റിമൂവ്ഡ് മിൽക്കിലായിരിക്കുമോ ലാക്ടോമീറ്റർ കൂടുതൽ സിങ്ക് ചെയ്ത് പോകുന്നത്? അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലാക്ടോമീറ്റർ കൂടുതൽ സിങ്ക് ചെയ്യുന്നത് ഫാറ്റ് റിമൂവ്ഡ് മിൽക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്യുവർ മിൽക്കിൽ പറഞ്ഞാൽ അതിൽ ഫാറ്റൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും.
ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഡെൻസിറ്റി അത്രയും കുറവായിരിക്കും. അപ്പം ഫാറ്റ് റിമൂവ്ഡ് മിൽക്കിൽ ലാക്ടോമീറ്റർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലായിരിക്കും സിങ്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ റീഡിങ്ങും വളരെ ചെറുതായിരിക്കും. ക്വസ്റ്റ്യൻ: ആൻ ഒബ്ജെക്ട് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ഇറ്റ്സ് ആവറേജ് ഡെൻസിറ്റി കമ്പയർഡ് ടു വാട്ടർ? അപ്പോൾ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് ഡെൻസിറ്റി എത്രയായിരിക്കും? ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും കുറവ് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ വാട്ടർ കൊടുക്കുന്ന അപ്വേർഡ് പുഷും രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് അത് അവരവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ ഡെൻസിറ്റി കുറവാവുകയാണ് ചെയ്യുന്നത് വെള്ളത്തിനേക്കാളും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആവറേജ് ഡെൻസിറ്റി വാട്ടറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്മിയായിട്ട് നിൽക്കുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.